ലാലേട്ടനും സാറും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനെ കുറിച്ച് അറിയണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ നമ്മളുടെ എല്ലാം ഇന്ത്യയുടെ അഭിമാനമായ അതെ, ശ്രീ മോഹൻലാലിനെ ഞാൻ കാണുന്നത് കുട്ടിക്കാലത്ത് തൊട്ടാണ്. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. മോഹൻലാൽ, പ്രിയദർശൻ, അശോകൻ, ശേഖർ, പിന്നെ അങ്ങനെ കുറെ കൂട്ടത്തിൽ സുരേഷ്, മേനക സുരേഷ്. അപ്പോൾ സുരേഷാണ് ഈ പ്രൊഡ്യൂസർ. പക്ഷെ കയ്യില് സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയൊക്കെ ഉണ്ട്, എങ്കിലും ഒരു സിനിമ എടുക്കണോ വേണ്ടേ എന്നുള്ള വീട്ടുകാർ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് മോഹൻലാലിനെ കൊണ്ട് തിരനോട്ടം എന്നൊരു സിനിമ എടുപ്പിച്ചത്. മോഹൻലാലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ടാഗോർ സെന്റിനറി ഹാൾ ട്രിവാൻഡ്രത്ത്. അപ്പൊ എല്ലാ കോളേജസിൽ നിന്നും നല്ല സുന്ദരി സുന്ദരന്മാരൊക്കെ അവിടെ വരും. അപ്പം ഞാൻ ആർട്സ് കോളേജ്, പുള്ളി MG കോളേജ്, പിന്നെ ഒരുപാട് കോളേജ് ഉണ്ടല്ലോ. അവിടെ നിന്നൊക്കെ എല്ലാവരും, ആരോവാനിസ് കോളേജ്, എല്ലാവരും വരും. ഞാൻ ആകെപ്പാടെ ഈ ഇരിക്കുന്ന പോലൊന്നുമല്ല, ഒരു ഇത്രയുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പിന്നൊരു സമയത്ത് ഞാൻ അതിനകത്തിട്ട് കാണിച്ചു തരാം. ഒരു കമ്പ്. പക്ഷെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാരും നല്ല ഇതാണ്. അപ്പോ എനിക്ക് എന്ത് വേണേ ആരെ വേണേ പറയാം. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് വലിഞ്ഞാൽ മതി, അവര് കയറി ഫോർവേഡ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, കഷ്ടകാലത്തിന് MG കോളേജിൽ നിന്ന് വന്ന ഒരു പെണ്ണിനെ കമന്റ് അടിച്ചു. ഞാൻ വെറുതെ പറഞ്ഞു എന്നൊക്കെ ചുമ്മാ. അല്ലാതെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ ആര് സാറോന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഞാൻ ബലാത്സംഗം ചെയ്ത പോലെ നമ്മള് കാണുന്നില്ലല്ലോ. സാർ അങ്ങനെ കമന്റ് അടിക്കൂലല്ലോ. അങ്ങനല്ല. കമന്റ് എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായ ഞാൻ പറയാം, അന്നത്തെ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ റിങ് റിങ് ഒരടി അടിച്ചാൽ ആ പെണ്ണിനെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഹാപ്പി. പിന്നെ ആ ദിവസം രാത്രി മുഴുവൻ സ്വപ്നങ്ങളും. ഇപ്പൊ എന്താണ്? ഒന്നുമില്ല, പടപടാന്ന് തീരെയല്ലേ. കാരണം ഒരു മെസ്സേജ് അയക്കുന്നു, അവിടെ നിന്ന് അയക്കുന്നു, 2 ദിവസം സ്നേഹമാവുന്ന, 3-ാമത്തെ ദിവസം അടിച്ച് തേച്ച് പോണു. ഇത് അങ്ങനല്ല. ഞാൻ അറിയാതെ ലാലിന്റെ ആ കോളേജിലുള്ളവരിന് കൊള്ളാട്ടാ എന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു. ഇത് ആരോ ചെന്ന് മോഹൻലാൽ എന്ന റെസ്ലറാണ്, മറ്റേ MG കോളേജ്, ചെന്ന് പറഞ്ഞു കൊടുത്തു, ഇത് ദേണ്ട ആ നരുന്തോലിരിക്കുന്ന ചെറുക്കനാണ് എന്ന് പറഞ്ഞു. പിന്നെ അറിഞ്ഞൊന്നും കൂടെ ഇയാള് പുറയുന്ന വന്ന് എന്നെ തൂക്കിയെടുത്തപ്പോ എന്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് പിടിച്ചിട്ട് ഭയങ്കര ഇതൊക്കെ ആയി. അടിച്ചില്ല. അങ്ങനെ ഒരു കോംപ്രമൈസിലാണ് ഞാൻ ആദ്യമായിട്ട് മോഹൻലാലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പിന്നെ കണ്ടത് തിരനോട്ടം എന്ന സിനിമയുടെ ഇതിനാണ്. പിന്നെ സ്ഥിരമായിട്ട് കാണലായി. പിന്നെ എന്താണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ഒരു ദിവസം പോലും ഇല്ലാതായി. അങ്ങനെ ഓരോരുത്തരായിട്ട് പൊങ്ങി വന്നു. അതായത് സുരേഷ് കൂലി എന്നൊരു പടം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. പ്രിയൻ അന്ന് IV ശശിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാഠ്മണ്ഡുവിൽ സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം, അതിന് എല്ലാവർക്കും സിനിമയോടുള്ള കമ്പമായിരുന്നു. അപ്പൊ ഇന്ത്യൻ കോഫി ഹൗസിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് മുഴുവൻ സിനിമയാണ്. ഞങ്ങൾക്ക് സിനിമയേ ഉള്ളൂ മനസ്സിൽ. അതിനിടയിൽ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയി, MG സോമനെ വെച്ചിട്ട്, അഗ്നി നിലാവ് എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതിയ പ്രിയനാണ്. കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് നോവൽ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരെണ്ണമായിരുന്നു. അത് നടന്നില്ല. അങ്ങനെ മോഹങ്ങളുടെ കൂമ്പാരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പതുക്കെ ഇതുവരെ എത്തി. ഇപ്പോഴും മോഹമാണ്, ആഗ്രഹമാണ്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ദ ട്രയോസ്, അതായത് പ്രിയദർശൻ, മോഹൻലാൽ, ഞങ്ങൾ ഇപ്പോഴും ഒരേ ബന്ധം കീപ്പ് ചെയ്യാണ്. കാരണം ഒരിക്കലും പിണക്കാൻ പറ്റത്തില്ല. നടക്കില്ല മോനെ ദിനേശ. സൂപ്പർ സ്റ്റാർ.